ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പാത്ത്ഫൈൻഡർ SSLC. അപ്പോൾ എല്ലാവർക്കും പാത്ത്ഫൈൻഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം കൂടുതൽ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 6 മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 6ഉം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല. ഈ ഒരു 6 മോഡൽ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം, മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും പഠിച്ചിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവരൊന്ന് പഠിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നതോ 44 ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട്. ആംഗിൾ ബി എന്ന് പറയുന്നത് 44 ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ആംഗിൾ എയുടെ മെഷർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ എന്റെ മെഷർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്, ആംഗിൾ സിയും തന്നിട്ടുണ്ട്. ആംഗിൾ ബി എത്രയായിരിക്കും? ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്ര വരൂടാ? അങ്ങനെയാണെങ്കിൽ ഈ 90 + 44 90 + 44 അല്ലേ. 90 + 44 എത്ര വരുക? 90 + 44 134 വരും അല്ലേ. 134 വരും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 180 കൊണ്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ. 180 കൊണ്ട് മൈനസ് ചെയ്താൽ 46 എന്ന് നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. 46 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആംഗിൾ എത്രയാടാ? 46 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ, 6 ആണ്. അപ്പം ആദ്യത്തെ ആൻസർ 46 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് tan 44 എത്രയാണെന്നാ. വാട്ട് ഈസ് ദ മെഷർ ഓഫ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ tan 44 എത്ര ഡിഗ്രി ആണെന്ന് അല്ല എത്രയാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ടാൻ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുന്നുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ടാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് tan 44 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. tan 44ന്റെ ഓപ്പോസിറ്റ് എന്താണ്? tan 44ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് നോക്കാലോ. tan 44ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് AB ആണ് അല്ലേ. tan 44ന്റെ ഓപ്പോസിറ്റ് AB ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ AB നമുക്ക് കൊടുക്കാം. അപ്പം AB. അതുപോലെ തന്നെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സമീപവശമാണ് കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർവശവും, അതുപോലെ തന്നെ അഡ്ജസെന്റ് എന്ന് വെച്ചാൽ സമീപവശമാണ് കേട്ടോ. സമീപവശമാണ്. ഓക്കെ, അപ്പൊ സമീപവശം അല്ലെങ്കിൽ ആംഗിൾ 44ന്റെ സമീപവശം എന്ന് പറയുന്നത് എന്താണ്? BC ആണ് അല്ലെ. BC ആണ് സമീപവശം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, BC എന്ന് എഴുതാം. ഓക്കെ, BC എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എന്താ AB/BC എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ കാണുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യോ, നമ്മുടെ ഇത് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. 1 മാർക്കാണ് ഇതിന്, 1 മാർക്കാണുള്ളത് കേട്ടോ. ഇതാ അങ്ങനെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 സബ് ക്വസ്റ്റ്യൻ 3. ഇനി വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൂവ് ദാറ്റ് tan 44 × tan 46 എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യം കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ tan 44 കണ്ടുപിടിച്ചു. അങ്ങനെ tan 46 എന്താണെന്ന് കണ്ടുപിടിക്കണം. tan 46 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, tan 44ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? BC ആണ് അല്ലേ. tan 46ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് BC ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, BC എന്ന് എഴുതി കൊടുക്കാം. BC എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഓക്കെ, BC എന്ന് എഴുതി കൊടുക്കാം. പിന്നെ എന്താ, അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ സമീപവശം, നമ്മൾ തൊട്ട് പോകുന്നത്. നമ്മളെ ഇപ്പൊ ഇതാ ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ടനസ് ആയിരിക്കും, ഇതെന്തായിരിക്കും, ബേസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നതാണെങ്കിൽ ഹൈപ്പോട്ടനസും അഡ്ജസെന്റ് പറഞ്ഞാൽ ഇത് ഹൈപ്പോട്ടനസും ഇതിന് നേരെ പോകുന്ന ഇത് അഡ്ജസെന്റും ആയിരിക്കും. ഇതെന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരിക്കും, അഡ്ജസെന്റ് സൈഡ് ഇതായിരിക്കും. ഇത് എപ്പോഴും എന്തായിരിക്കും, ഹൈപ്പോട്ടനസ് ആയിരിക്കും. ഇത് എപ്പോഴും ഹൈപ്പോട്ടനസ് ആയിരിക്കും.
ഓക്കെ, ഒന്ന് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ tan 46ന്റെ ഓപ്പോസിറ്റ് ബി സി ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ അഡ്ജസെന്റ് എന്താന്ന് നോക്കാം. അഡ്ജസെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി ആയിരിക്കും അല്ലേ, എ ബി ആയിരിക്കും അഡ്ജസെന്റ്. ഓക്കെ, ഇനി നമ്മളവിടെ എന്താ പറയുന്നത്, ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ tan 44 ഇൻറ്റു tan 46 എന്ന് പറയുന്നത് എത്രയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ tan 44 എത്ര? എ ബി ബൈ ബി സി ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എ ബി ബൈ ബി സി ഇൻറ്റു tan 46 എത്രയാണ്? ബി സി ബൈ എ ബി എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിതിന് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കട്ട് ചെയ്യാം. ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബിയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാ എ ബിയും നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? അങ്ങനെയാണെങ്കിൽ ബി സി ബൈ ബി സി എന്ന് കിട്ടും. ബി സി ബൈ ബി സി എന്തായിരിക്കും? ബി സി ബൈ ബി സി എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു, 1 കിട്ടിയത്. ഓക്കെ, ഇത് സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ട്രയാങ്കിൾ എ ബി സി. എ ബി സിയിൽ ഒരു ട്രയാങ്കിൾ നോക്കാൻ പറയുന്നത് എ ബി സി. അപ്പം ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ബി 55 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആംഗിൾ സി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ സിമ്പിൾ ആണ്, എന്നാലും ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇത് രണ്ടും കൂട്ടിയിട്ട് 180 കൊണ്ട് മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 70 + 55 എത്രയാണ്? 70 + 55 എന്ന് പറയുന്നത് 125 ആണ് അല്ലേ? 125 ആയിരിക്കും. 180 - 125 ദാറ്റ് ഈസ് ഈക്വൽ ടു 55 തന്നെ കിട്ടും അല്ലേ? 55 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എത്രയായിരിക്കും? ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 55 ആയിരിക്കും. 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് കണ്ടുപിടിച്ചു അല്ലേ? 55 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് എ സിയുടെ നീളം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എ സിയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ സി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? എ സി എന്ന് പറയുന്നത് ഇതാണ് എ സി അല്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ് അല്ലേ? 55 ഡിഗ്രി ആണ്. അപ്പോൾ ഇതേ 55 എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെയുണ്ട് അല്ലേ? ഇതേ 55 ഇതാ ഇവിടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 55ന് ഓപ്പോസിറ്റ് എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 55ന് ഓപ്പോസിറ്റും എന്ത് വരും? 6 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 6 നമുക്ക് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ്. പരപ്പളവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? sin 70 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ്, പിന്നെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് അല്ലേ? ഹാഫ് ഇൻറ്റു ബി എച്ച്, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? പരപ്പളവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ബേസ് എത്രയാണെന്ന് അറിയാം. ബേസ് എന്ന് പറയുന്നത് 6 ആണെന്ന് നമുക്കറിയാം. ബേസ് 6 ആണെന്ന് അറിയാം. പക്ഷെ ഹൈറ്റ് എന്താണെന്ന് അറിയില്ല അല്ലേ? ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലേതാ ഹൈറ്റ്? ഈ ഫിഗറിലേതാ ഹൈറ്റ്? എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 70 ഉണ്ട്. അതുപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആവും. ഇത് നമുക്ക് പിന്നെ നോക്കണ്ട, അതിന് നമുക്ക് വിട്ടേക്കാം. അപ്പം 55ന്റെ പകുതി നമുക്ക് നോക്കാൻ പണിയല്ലേ? അപ്പോൾ നമുക്ക് അതിനെ വിട്ടേക്കാം. നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? sin 70 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. sin 70 0.93 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ sin 70, അപ്പോൾ സൈൻ എന്താടാ? സൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതും കൂടി അറിഞ്ഞു വെക്കാം. സൈൻ എന്തായിരിക്കും? സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണവശം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണവശം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ sin 70 അല്ലേ ഉള്ളേ? sin 70യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാടാ? ഇവിടെ നമുക്കൊരു ഡി കൊടുക്കാം. ഇതിന് പേര് ഡി എന്ന് കൊടുക്കാം. ഇതിന്റെ പേര് നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഡി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ 70, sin 70യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി ഡി ആണ് അല്ലേ? ബി ഡി ആണ് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ബി ഡി എന്ന് കൊടുത്തൂടെ? അപ്പോൾ sin 70 എന്ന് പറയുന്നത്, sin 70യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി ഡി എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വലിയ സൈഡ് അല്ലേ?
ഇവിടെ ഹൈപ്പോട്ടനസ് ഏതാ ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടനസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 6 എന്ന് എഴുതി കൊടുക്കാം, 6 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ sin 70 = BD/6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BD ആണ്. BD എന്ന് പറയുന്നത് എന്താണ്, h ആണ് അല്ലേ, h/6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ 6നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ /6 ആകുമ്പോൾ ഇവിടെ ഇൻറ്റു, അപ്പോൾ 6 × sin 70 = BD. ഓക്കെ, അപ്പോൾ sin 70 എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 6 × sin 70 എന്നാണ് 0.993 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0.93 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 0.93 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 6 × 0.93 0.93 × 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും, നിങ്ങളൊന്ന് വെറുതെ കാൽക്കുലേറ്റ് ചെയ്തോ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വേഗം തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വരിക, 0.93 × sin 70 ഓക്കെ 5.58 വരും, 58 വരും. ഓക്കെ, 6 × 0. ഓക്കെ കറക്റ്റാണ്, 5.58 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക h എന്താണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് h എന്താണെന്ന് കിട്ടി അല്ലേ, h എന്ന് പറയുന്നത് 5.58 എന്ന് കിട്ടി, 5.58 ആണെന്ന് കിട്ടി, 6 ആണെന്ന് കിട്ടി ബേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഏരിയ കണ്ടുപിടിച്ചൂടെ, ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ = ½ × BH അല്ലേ, ½ × BH, ½ × ബേസ് എത്രയാടാ, ബേസ് 3 ആണോ, 3 ആണോ, നമ്മൾ ആ ഹോൾ ട്രയാങ്കിളിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ ഹോൾ ട്രയാങ്കിളിൻ്റെ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക 6 × ഹൈറ്റ് എത്രയാ, ഹൈറ്റ് 5.58 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ½ × 6 എത്രയാടാ, ½ × 6 6ൻ്റെ പകുതി എത്രയാണ്, 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അപ്പോൾ 3 × 5.58 അല്ലേ, 5.58 കിട്ടും. ഓക്കെ, ബാക്കി ഇപ്പോൾ 5.58 × 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം 60 പോയിന്റ് സംതിങ് കിട്ടും, 60.74 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 16.74 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഇടാൻ വിട്ടുപോരെ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ ആംഗിൾ ബി എത്രയാന്ന് തന്നിട്ടുണ്ട്, ഓക്കെ, ഇംഗ്ലീഷ് മീഡിയക്കാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ഡിഗ്രിയാന്ന് പറയുന്നുണ്ട്. ആംഗിൾ ബി എത്ര 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ്, ആംഗിൾ എ എന്ന് പറയുന്നത് വൈ ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ കൂട്ടിയാൽ എത്ര കിട്ടും, എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ ബി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എത്രയാണ് 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ബി പ്ലസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് നമ്മൾ 3 കൂട്ടിയാൽ എത്ര കിട്ടണം, 180 കിട്ടണം. ഓക്കെ, 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എത്രയാണെന്ന് തന്നിട്ടുണ്ട് 90 പ്ലസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ = 180 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ 90, അപ്പോൾ നമുക്ക് ഈ 90നെ പുറത്തെടുക്കാം. അപ്പോൾ 90 ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് 180 മൈനസ് 90 വരും, ദാറ്റ് ഈസ് = ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് 90 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമാണ്, ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം 90 ഡിഗ്രിന്ന് നേരെ തന്നെ അങ്ങ് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ, 90 ഡിഗ്രി, സിമ്പിൾ ആയില്ലേ. ഇനി സൈൻ എക്സ് = കോസ് എക്സ് എന്ന് തെളിയിക്കുക, കോസ് വൈ എന്ന് തെളിയിക്കുക അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സൈൻ എക്സ് എന്താണ്, അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. അപ്പോൾ ഇതാണ് സൈൻ എക്സിൻ്റെ എക്സ്. ഓക്കെ, അപ്പോൾ സൈൻ എക്സ്, അപ്പോൾ സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൈൻ എന്ന് പറയുന്നത് അല്ലേ, സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, ഹൈപ്പോട്ടനസ് ആണ് അല്ലേ. അതുപോലെ തന്നെ കോസ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, ഇത് രണ്ടും എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ സൈൻ എക്സ് അല്ലേ, സൈൻ എക്സ് എന്താ നമുക്ക് നോക്കാം. സൈൻ എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി എ ആണ്, അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. അപ്പോൾ സൈൻ എക്സ് = AB എന്ന് നമുക്ക് എഴുതാം ബൈ ഹൈപ്പോട്ടനസ് ഏതാ, വലിയ സൈഡ്. അപ്പോൾ ഇത് ഏതാ, സി എ അല്ലെങ്കിൽ AC എന്ന് എഴുതാം, ഇനി കോസ് എക്സ് എന്താ നോക്കാലോ. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസെന്റ് എന്താ,
കോസ് വൈ കോസ് വൈൻ്റെ അഡ്ജസെൻ്റ് എന്ന് പറയുന്നത് ബി എ അല്ലേ. ബി എന്ന് പറയുന്നത് എ ബി അല്ലെങ്കിൽ എ ബി എന്ന് എഴുതാം. ഓക്കെ, എ ബി എന്ന് എഴുതാം. ബൈ പിന്നെന്താ ഹൈപ്പോട്ടനസ് എത്രയാ? ഹൈപ്പോട്ടനസ് നമ്മൾ കണ്ടുപിടിച്ചു എ സി ആണെന്ന്. അയ്യോ എന്ത് എ സി ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ എ സി വേണ്ട, ആ ഹൈപ്പോട്ടനസ് എ സി ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എ സി. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൂവ് ചെയ്തല്ലേ, പ്രൂവ് ചെയ്തില്ലേ? കോസ് സൈൻ എക്സ് ഈസിക്കൽ ടു കോസ് എക്സ് പ്രൂവ് ചെയ്തില്ലേ? സെറ്റല്ലേ? സെറ്റാക്കി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് സൈൻ എക്സ് ഈസിക്കൽ ടു കോസ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആവുന്ന എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഈ എക്സ് രണ്ടും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ സൈൻ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഈസിക്കൽ ടു കോസ് എക്സ് ആവണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈക്വൽ ആവണമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് എന്തായിരിക്കണം? എക്സ് ഒന്നെങ്കിൽ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ടേബിൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇങ്ങനെയാ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേഗം മനസ്സിലാവും. സൈന് കോസ്, നമുക്കിത് രണ്ടിനെ കൊണ്ട് ടാനിന് ആവശ്യമില്ലല്ലോ, അപ്പോൾ ടാനിനെ വിട്ടേക്കാം. ഇപ്പോൾ 30 40 45 60 കൊടുക്കുന്നു. സൈൻ 30 എത്രയാടാ? സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 30യോ √3/2 ആണ് അല്ലേ, √3/2 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 45 എന്ന് പറയുന്നത് എത്രയാ? 1/√2 ആണ്. കോസ് 45ഓ അതും 1/√2 ആണ് അല്ലേ. പിന്നെ സൈൻ 60 എന്ന് പറയുന്നത് എത്രയാണ്? √3/2 ആണ് അല്ലേ, √3/2 ആണ്. കോസ് 60 1/2 ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 45ഉം കോസ് 45 എന്താണ്? ഈക്വൽ ആണ്, 1/√2 1/√2 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? അങ്ങനെയാണ് നമ്മുടെ ആൻസർ സൈന് 45 ഈസിക്കൽ ടു കോസ് 45 എന്ന് എഴുതാം. ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മുന്നേ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. കുറേ ആൾക്കാർ പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണെടാ? ഒരു പാരലലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി. സോറി എ ബി ഈസിക്കൽ ടു 8 സെൻറ്റിമീറ്റർ ആണ്. എ ഡി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ആംഗിൾ എ. ആംഗിൾ എ എന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ എ എത്രയാണോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഈ ഫിഗറിൽ നമുക്കറിയാം ഈ ഒരു ആംഗിൾ ഈ ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടണടാ? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടിയാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 കിട്ടണം അല്ലേ. അങ്ങനെയാണ് 120. അപ്പോൾ ഇവിടെ എത്ര വരണം? ഇവിടെ അങ്ങനെയാണെങ്കിൽ 60 വരണം അല്ലേ. 60 വരണം, വല്ലാതെ കട്ടിപിടി 60 വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 വരുന്നതാണെങ്കിൽ ആംഗിൾ എ എത്രയായിരുന്നു ഞാൻ ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, ഇവിടെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വരക്കുന്നു. ഒരു മിനിറ്റ്, കുറച്ചൊന്ന് ഞാൻ തിക്നെസ് ഒന്ന് ഓർക്കട്ടെ. വല്ലാതെ കുറഞ്ഞു അല്ലേ. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? 30 ആവും അല്ലേ. ഇത് 30 ആവും. അങ്ങനെയാണെങ്കിൽ ഇത് 30 ഇത് 90. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 60 വരും. അപ്പോൾ ആംഗിൾ എ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ഡി ടു എ ബി. ഡി ടു എ ബി എന്ന് പറയുന്നതിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ലംബ ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്തൂടെ? നമുക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30:60 അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സിൽ തന്നേതാ? 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 4 ആണ് തന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയാൽ തന്നെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം അല്ലേ. 4 ആണെന്നോ. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? നേരെ പകുതി 2 വരും. ഇവിടെ എന്ത് വരും? 2√3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 60ക്ക് ഓപ്പോസിറ്റ് 2√3 എന്ന് എഴുതാം. 2√3 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ നമ്മളോട് ചോദിച്ചതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇത് 2√3. സെറ്റാക്കി കണ്ടുപിടിച്ചില്ലേ? ഇനി സാമാന്ത്രിക എ ബി സിയുടെ പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവ് കണ്ടുപിടിക്കാനാണ് വയ്ക്കുന്നത്. പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ ഇത് പഠിച്ചു വെച്ച BH ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
അപ്പോൾ നമുക്ക് ബേസ് എത്രയാണെന്ന് അറിയാം. ബേസ് എന്ന് പറയുന്നത് എത്രയാണോ? ബേസ് എന്ന് പറയുന്നത് 8 ആണെന്ന് അറിയാം. ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഹൈറ്റ്. ഏതാണ് ഹൈറ്റ്? ഇതാണ് ഹൈറ്റ്. ഇത് തന്നെയാണ് ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 2√3 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എത്രയാണ്? 2√3 എന്ന് എഴുതാം. 2√3 അങ്ങനെയാണെങ്കിൽ 8 × 2√3 ഇത്ര എഴുതിയാലും മാർക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇത് 16√3 എന്നും കൂടി എഴുതാം. 16√3 എന്നും കൂടി എഴുതാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.7 മീറ്റർ ടോൾ മാൻ, ഒരു 1.75 മീറ്റർ ഉള്ള ഒരു മനുഷ്യൻ, ഒരു ചങ്ങായി എന്ത് ചെയ്യുന്നു? ഫൂട്ട് ഓഫ് ദ ടവർ, സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഇത് എന്ത് ചെയ്യുന്നു? ടവറിന്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സീസ് ദ ടോപ്പ് ഓഫ് എ ഹില്ല്, കുറച്ചൊരു 40 മീറ്റർ ഇവിടെ പറയുന്നുണ്ട്, 40 മീറ്റർ അകലെയുള്ള എന്ത് ചെയ്യുന്നു? അകലെയുള്ള ഒരു മലയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു 60 ഡിഗ്രി എലിവേഷനിൽ നോക്കുന്നു. ഇത് ടവർ, ഇത് മല. ഇവൻ ഇവിടെ നിൽക്കുന്നു. ഇവിടുന്ന് ഒരു 60 ഡിഗ്രി അകലെ, 60 ഡിഗ്രി ആംഗിളിൽ അവൻ മല നോക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവൻ ഈ ടവറിന്റെ മേലെ പോയി നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അത് എത്ര ഡിഗ്രി? 50 ഡിഗ്രിയിൽ. അപ്പം കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ടവർ ആൻഡ് ദ ഹില്ല്. ഹില്ലിൻ്റെയും ടവറിൻ്റെയും ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫിഗർ വരച്ചിട്ടുള്ളത്. ഫിഗർ ഇവിടെ പറയാതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വരക്കുന്ന കാര്യം ഞാൻ അധികം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പം ഞാൻ ഇതാണ് ഫിഗർ വരച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു കുട്ടി നിൽക്കുന്നു. ഒരു 1.75 മീറ്റർ ഉള്ള ഒരു ചങ്ങായി എന്ത് ചെയ്യുന്നു? ഇവിടെ നിൽക്കുന്നു. 5 മീറ്റർ ഉള്ള ഒരു ചങ്ങായി ഇവിടെ നിൽക്കുന്നു. അത് ഒരു 60 ഡിഗ്രി ആംഗിളിൽ ഇത് ടവർ മലയെ നോക്കുന്നു. അവൻ ഇവിടെ കയറി നിന്നു. ടവറിൻ്റെ മേലെ കയറി നിന്നിട്ട് നോക്കി. അതെത്ര? 50 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്ക് എന്താ ആൻസറിലേക്ക് വേഗം പോവാം. ഞാൻ പേര് വിട്ട് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് പേര് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഹില്ലിൻ്റെ ലെങ്ത്ത് നോക്കാം. ഹില്ലിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് tan 60 യൂസ് ചെയ്യാം. tan 60 തന്നോണ്ട് tan 60 യൂസ് ചെയ്യാം. tan 60 യൂസ് ചെയ്യുന്നതാണെങ്കിൽ tan 60ക്ക് ഓപ്പോസിറ്റ് എന്താടാ? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് CB ആണ് അല്ലേ? അല്ലെങ്കിൽ BC എന്ന് എഴുതാം. BC ബൈ പിന്നെന്താ വരുന്നത്? പിന്നെ എന്ന് പറയുന്നത് ആംഗിൾ BC. tan എന്ന് പറയുന്നത് എന്താണ്? tan എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. അപ്പോൾ അഡ്ജസെൻ്റ് എന്താ? 40 മീറ്റർ വരുന്നത് അല്ലേ? അഡ്ജസെൻ്റ് 40 മീറ്റർ വരുന്നത്. നമുക്ക് 40 എന്ന് എഴുതി കൊടുക്കാം. 40 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ tan 60 എന്ത് വരും? അങ്ങനെയാണെങ്കിൽ tan 60 ഇൻറ്റു tan 40 = BC എന്ന് എഴുതാം. tan 60 ഇൻറ്റു tan 40 എന്ന് പറയുന്നത് BC ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. tan 60 എന്താണ്? tan 60 എന്ന് പറയുന്നത് എന്താ? ഇൻറ്റു 40 = BC. അപ്പോൾ tan 60 എന്ന് പറയുന്നത് tan 60 1.73 ഉണ്ട്. 73 × 40 എന്ന് പറയുന്നത് 6.932 38 വരും. ഓക്കെ. 38 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. കുറേ നാടായാലോ. എൻ്റെ കുറച്ച് ഓക്കെ. ഈ പോർഷൻ വേണ്ട ആവശ്യമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടവറിൻ്റെ ഹൈറ്റ് ആയില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഹൈറ്റും കൂടി കൂട്ടണം അല്ലേ? ഇത്രത്തോളം പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു ഹൈറ്റും കൂടി കൂട്ടിയാൽ നമ്മുടെ ഹൈറ്റായി. അങ്ങനെയാണെങ്കിൽ 69.38 + 1.75 ദാറ്റ് ഈസ് എത്ര വരും? 71.08 എന്ന് വരും. 71.08 എന്ന് വരും. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താ കണ്ടുപിടിക്കേണ്ടത്? ടവറിൻ്റെ ലെങ്ത്ത് എന്നാണ് കണ്ടുപിടിക്കുക. ടവറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ടവറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് എന്നാണ് കണ്ടുപിടിക്കണം. CE. അപ്പോൾ സിയുടെ ലെങ്ത്ത് എന്നാണ് കണ്ടുപിടിക്കാമല്ലോ. സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ tan 50 യൂസ് ചെയ്യുക. tan 50 = CE/40 എന്ന് എഴുതും അല്ലേ? എങ്ങനെയെന്ന് ചോദിക്കണ്ട. CE tan 50യുടെ ഓപ്പോസിറ്റ് CE, അഡ്ജസെൻ്റ് 40. ഓക്കെ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ tan 50 × 40 = CE എന്ന് എഴുതാം.
Then 50 എന്ന് പറയുന്നത് 1.19 ആണ് അല്ലേ. 1.19 into 40 that is equal to CE. അങ്ങനെയാണ് 1.19 എന്ന് പറയുന്നത് എന്താണ് അല്ല into 40 എന്ന് പറയുന്നത് 47.67 is equal to CE. പേജൊക്കെ ആയല്ലേ. എന്നിട്ട് CE എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രത്തോളം പോർഷൻ എന്താണ് 47.67 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം പോർഷൻ നിന്ന് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കളഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ AD കിട്ടൂലേ. ഈ AD എന്താണെന്ന് നമുക്ക് കിട്ടൂലേ ഇത്രത്തോളം പോർഷന്. അപ്പോൾ നമുക്ക് ഇത്ര പോർഷൻ നിന്ന് ഈ ഇത്ര പോർഷൻ കുറച്ചാൽ നമുക്ക് ഇത്ര പോർഷൻ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 71 ഇതാ നമുക്ക് എന്ത് ചെയ്യുക 71.08 നിന്ന് എന്ത് മൈനസ് ചെയ്യുക ഈ 47.67 മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും 23.41 എന്ന് കിട്ടും. 23.41 എന്ന് കിട്ടും. അയ്യോ 47 is equal to 23.41 എന്ന് കിട്ടും. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം 23യുടെ കൂടെ എന്ത് ചെയ്യണം 23.41 അല്ലേ 41 23യുടെ കൂടെ 23.41ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതും കൂടെ ആഡ് ചെയ്യണം അല്ലേ. നമുക്കിത് ഇത്രത്തോരം പോർഷനെ നമുക്ക് കിട്ടും അല്ലേ. ഇത്രത്തോരം പോർഷനെ കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഇതും കൂടി കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പ്ലസ് 1.75 എന്ന് എഴുതുന്നു. 1.75 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും 25.16 മീറ്റർ എന്ന് കിട്ടും. 25.16 മീറ്റർ എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റാക്കി. അത് അയ്യോ എന്തിങ്ങനെ മിനിറ്റ് ഞാൻ ആൻസറിനൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഇവിടെ അതാണ് കേട്ടോ എല്ലാ അതെ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ. ആൻസേഴ്സ് ഇതാണ് ടവറിൻ്റെ ഹൈറ്റ്. ഓക്കെ ഇത് ടവറിൻ്റെ ഹൈറ്റ് ഇത് ടവറിൻ്റെ ഇതെന്തിൻ്റെയാണ് ഹൈറ്റ് ഇത് ഹില്ലിൻ്റെ ഹൈറ്റ് ഞാനിന്ന് ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ലിങ്ക് പിൻ ചെയ്യും. അതിൽ കിട്ടും കേട്ടോ. ഇത് ഹില്ലിൻ്റെ. ഓക്കെ അപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ ഈ ഒരു 6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്ത് കഴിയുന്നു. ഓക്കെ അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാമല്ലോ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ചർ ബിലോ ഷോസ് സർക്കിൾ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 10 അല്ല കേട്ടോ 10 അല്ലേ സോറി 10 അല്ല 1040 അല്ല sin 40 വരിക. സോറി sin 40 വരിക. 1040 അല്ലേ sin 40 ആണ് വരിക. sin 40 ആണേ. sin 40 സോറി sin 40 ആണ് 0.64 വരിക. sin 40 ആണ് 0.64 വരിക. ഒന്ന് ഷേക്കായിട്ടേ ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് 2r ഈസ് ഈക്വൽ ടു എന്താണ് 2r ഈസ് ഈക്വൽ ടു a ബൈ സൈൻ 180 മൈനസ് a. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതാണ്ടോ ഈ 180 മൈനസ് എ എന്ന് പറയുന്നത് ഇതിനെയാണ് 180 മൈനസ് എ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്ക് എന്താണെന്ന് അത് കണ്ടുപിടിക്കാം. അപ്പോൾ സൈന് 180 മൈനസ് 140 ദാറ്റ് ഈസ് എത്ര കിട്ടൂടാ സൈൻ 40. അപ്പോൾ ഇവിടെ വരുന്നത് സൈൻ 40 ആയിരിക്കും. അപ്പം 2r ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക എ എന്ന് പറയുക. ഈ 8 സെൻറ്റിമീറ്റർ ഉള്ളതിനെ ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനാണ് എ എന്ന് പറയുക. അപ്പോൾ എ എന്താണെന്ന് 8 ബൈ sin 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ബൈ sin 40 എന്ന് പറയുന്നത് എത്രയാണ്
sin 40 0.64 ആണ് നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞല്ലേ, 0.64 ആണ്. ഇൻറ്റു 100 ചെയ്താൽ പോരെ, ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും, 800/64 എന്ന് കിട്ടും. അത് നമുക്ക് എത്ര കിട്ടും, 12.5 എന്നും കിട്ടും. 12.5 എന്നും കിട്ടും. 2R 12.5 ആണെങ്കിൽ R എത്രയായിരിക്കും, 12.5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25 എന്ന് ആൻസർ കിട്ടും. 25 സെൻറ്റിമീറ്റർ ഇവിടെ ഉള്ളത്, സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ നിർത്തുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് എൻ്റെ പ്രസൻറ്റേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടി ഇതാക്കുക, കൂടുതൽ വീഡിയോസും കൂടി അതിൻ്റെ ഇത് കണ്ടുപിടിക്കാനുള്ള വീഡിയോസ് കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. മോഡൽ എക്സാമിന് ആവശ്യമുള്ള ഒരു പാഠം തന്നെയാണ് ഈ ട്രിഗണോമെട്രി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടത്. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.